വിവിധ നിയോജക മണ്ഡലങ്ങളിലെ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വ്യാഴാഴ്ച രാവിലെ മുതൽ ആരംഭിച്ചു. എസ്.ബി. ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നുമായിരുന്നു ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലെ വിതരണം. വെള്ളിയാഴ്ച രാവിലെ 7 മുതലാണ് വോട്ടെടുപ്പ് ആരംഭിക്കുന്നത്. പൊതുജനങ്ങൾ തങ്ങളുടെ വിധിയെഴുത്തിനായി ബൂത്തുകളിൽ എത്തിച്ചേരുമ്പോൾ എല്ലാം കൃത്യമായി സജ്ജമാക്കപ്പെടേണ്ടതുണ്ട്. അതിനായി പോളിംഗ് സാമഗ്രികളുടെ വിതരണം നിശ്ചയിക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ വ്യാഴാഴ്ച രാവിലെ മുതൽ ആരംഭിച്ചു. ചങ്ങനാശ്ശേരി നിയോജക മണ്ഡലത്തിലെ വിതരണം രാവിലെ തന്നെ എസ്.ബി. ഹയർ സെക്കൻഡറി സ്കൂളിൽ തുടങ്ങി. സമീപ പ്രദേശത്തെ നിരവധി സ്വകാര്യ ബസ്സുകളും ഇതിനായി സജ്ജമാക്കിയിരുന്നു. ബൂത്ത് നമ്പർ 91, 92 എന്നീ ബൂത്തുകളിൽ ബൂത്തുകാരെ നിയോഗിച്ചിരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർ ബൈക്ക് പോയിന്റുമായി ബന്ധപ്പെടുക. കോട്ടയം നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം MD സെമിനാരി ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു. കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു പുതുപ്പള്ളി മണ്ഡലത്തിലേക്കുള്ള വിതരണം. ആലപ്പുഴ ലോക്സഭാ മണ്ഡലത്തിൽ വിവിധ നിയോജക മണ്ഡലങ്ങളിലെ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം വ്യാഴാഴ്ച രാവിലെ 8 മുതൽ ആരംഭിച്ചു. 10 ബൂത്തുകൾക്ക് ഒരു കൗണ്ടർ എന്ന നിലയിലാണ് വിതരണ സ്വീകരണ കേന്ദ്രങ്ങളിൽ സജ്ജീകരണം ഒരുക്കിയിരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പോളിംഗ് സാമഗ്രികളുമായി ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച വൈകുന്നേരം തന്നെ ബൂത്തുകളിൽ എത്തിച്ചേർന്നു. രാവിലെ 8 മുതൽ നിശ്ചയിക്കപ്പെട്ട കേന്ദ്രങ്ങളിൽ പോളിംഗ് സാമഗ്രികളുടെ വിതരണം ആരംഭിച്ചു. ആലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിലേക്കുള്ള വിതരണം SDV ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് നടത്തിയത്. ആലപ്പുഴ സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ ബൂത്തുകളിലേക്കുള്ള പോളിംഗ് സാമഗ്രികളുടെ വിതരണം. കുട്ടനാട് നിയോജക മണ്ഡലത്തിലെ പോളിംഗ് ബൂത്തുകളിലേക്കുള്ള സാമഗ്രികളുടെ വിതരണം ചമ്പക്കുളം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. ഹരിപ്പാട് ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹരിപ്പാട് മണ്ഡലത്തിലേക്കും നങ്ങ്യാർകുളങ്ങര TKMM കോളേജിൽ കായംകുളം മണ്ഡലത്തിലേക്കും സാമഗ്രികൾ വിതരണം ചെയ്തു. ക്രിസ്ത്യൻ കോളേജിലായിരുന്നു ചെങ്ങന്നൂർ മണ്ഡലത്തിലെ വിതരണം. മാവേലിക്കര മണ്ഡലത്തിലേക്കുള്ള സാമഗ്രികളുടെ വിതരണം ബിഷപ്പ് ഹോജസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തി. ആലപ്പുഴ ജില്ലയിൽ ആലപ്പുഴ മാവേലിക്കര മണ്ഡലങ്ങളിലായി 2614 പോളിംഗ് സ്റ്റേഷനുകളാണുള്ളത്. ആലപ്പുഴയിൽ 1333, മാവേലിക്കരയിൽ 1281 എന്നിങ്ങനെയാണ് പോളിംഗ് സ്റ്റേഷനുകൾ. തെരഞ്ഞെടുപ്പ് ദിവസമായ വെള്ളിയാഴ്ച രാവിലെ 6-ന് മോക്ക് പോൾ ആരംഭിക്കുമെന്ന് ആലപ്പുഴ ഇൻഫർമേഷൻ വിഭാഗം അറിയിച്ചു. EVM തകരാറിലായാൽ പരിഹരിക്കാൻ പ്രത്യേക സംഘം എത്തുമെന്നും അറിയിപ്പിലുണ്ട്. രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരുടെയും സാന്നിധ്യത്തിലാണ് മോക്ക് പോൾ. സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരോ പ്രതിനിധികളോ ഇല്ല എങ്കിൽ 15 മിനിറ്റ് അവർക്ക് വേണ്ടി കാത്തിരിക്കുകയും നിശ്ചിത സമയത്തിനുള്ളിൽ അവർ എത്തിയില്ല എങ്കിൽ അവരുടെ അസാന്നിധ്യത്തിൽ മോക്ക് പോൾ ആരംഭിക്കുകയും ചെയ്യും. എല്ലാ സ്ഥാനാർത്ഥികളുടെയും വോട്ട് കൃത്യമായി രേഖപ്പെടുത്തുന്നു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം ആദ്യം ചെയ്ത വോട്ടുകൾ മെഷീനിൽ നിന്നും അയച്ചു കളഞ്ഞ് എല്ലാ സ്ഥാനാർത്ഥികൾക്കും 0 വോട്ട് ഉറപ്പുവരുത്തും. മോക്ക് പോൾ സർട്ടിഫിക്കറ്റ് സ്ഥാനാർത്ഥികളുടെ ഏജന്റുമാരിൽ നിന്നും പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ടു വാങ്ങും. തുടർന്ന് കൃത്യം 7 മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും. പോളിംഗ് തുടങ്ങിയതിനു ശേഷം EVMന് തകരാർ സംഭവിച്ചാൽ ഇത് പരിഹരിക്കാൻ ബെൽ എഞ്ചിനീയർമാരുടെയും സെക്ടർ ഓഫീസർമാരുടെയും സംഘമുണ്ടാകും. EVM മെഷീൻ മാറ്റി പുനഃസ്ഥാപിക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ EVM മാറ്റി പുനഃസ്ഥാപിക്കാനുള്ള ക്രമീകരണങ്ങളും ജില്ലാ ഭരണകൂടം ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 6 മണിക്ക് പോളിംഗ് അവസാനിക്കും. അവസാനിക്കുന്ന സമയത്ത് നിരയിലുള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ടോക്കൺ നൽകും. ടോക്കൺ ലഭിച്ച എല്ലാവരും വോട്ട് രേഖപ്പെടുത്തിയെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ ഉറപ്പുവരുത്തിയതിനു ശേഷം വോട്ടിംഗ് അവസാനിപ്പിച്ചുവെന്ന് പ്രിസൈഡിംഗ് ഓഫീസർ പ്രഖ്യാപിക്കും. ശേഷം രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും സ്ഥാനാർത്ഥികളുടെ ഏജന്റന്മാരുടെയും സാന്നിധ്യത്തിൽ EVMൽ ക്ലോസ് ബട്ടൺ അമർത്തും. ഓരോ വോട്ടും വിലപ്പെട്ടതാണെന്ന് കോട്ടയം ജില്ലാ കളക്ടർ V. വിഘ്നേശ്വരി. ജനാധിപത്യ ഉത്സവത്തിൽ പങ്കുചേരാൻ താൻ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണെന്നും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ കളക്ടർ പറഞ്ഞു. എല്ലാവർക്കും നമസ്കാരം. ഞാൻ വിഘ്നേശ്വരി, ജില്ലാ കളക്ടറാണ്. എല്ലാവർക്കും അറിയാമല്ലേ, നാളെ തെരഞ്ഞെടുപ്പാണ്. നമ്മുടെ 26-ാം തീയതി തെരഞ്ഞെടുപ്പ്. എല്ലാവരും തീർച്ചയായിട്ടും വന്ന് വോട്ട് രേഖപ്പെടുത്തണം അഭ്യർത്ഥിക്കണം. ശരി. അമ്മയുടെ പേരെന്താ? രാഗിണി. സന്തോഷം അമ്മ കണ്ടതിന്. യെസ്, നാളെ മറക്കരുത്, പ്ലീസ് വന്ന് വോട്ട് ചെയ്യണം. യെസ്, കുട്ടികളെ അമ്മയും അച്ഛനെയും വന്ന് വോട്ട് ചെയ്യാൻ പറയണം. ഓക്കെ, യെസ്, ഓക്കെ. നാളെ നിർബന്ധമായിട്ടും വന്ന് വോട്ട് ചെയ്യണം. പ്ലീസ് വന്ന് വോട്ട് ചെയ്യും. ഹായ്. സോ നിങ്ങൾക്കെല്ലാം വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടോ? ഉണ്ട്. സോ ടുമോറോ പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു വോട്ട്. ഓക്കെ, പ്ലീസ് ഡു കം വോട്ട്. നിങ്ങളെല്ലാമാണ് ബാക്ക് ബോൺ ഓഫ് ഡെമോക്രസി. ഓക്കെ, ഫസ്റ്റ് ടൈം വോട്ടേഴ്സ് ആയിരിക്കും അല്ലേ? പ്ലീസ് വോട്ട് ചെയ്യൂ. ഓക്കെ, താങ്ക് യു.
പോളിംഗ് ശതമാനം ഉയർത്താനുള്ള വോട്ടർ ബോധവൽക്കരണ പരിപാടിയായ സ്വീപ്പിന്റെ ഭാഗമായിട്ടായിരുന്നു എല്ലാവരും വോട്ട് ചെയ്യണമെന്ന അഭ്യർത്ഥനയുമായി കോട്ടയം ജില്ലാ കളക്ടർ വി വിഘ്നേശ്വരി പൊതുസ്ഥലങ്ങളിലെത്തിയത്. വ്യാഴാഴ്ച രാവിലെ 11:30 നാഗമ്പടം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലെത്തി യാത്രക്കാരോടും വ്യാപാര സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവരോടും അവിടെ എത്തുന്ന കസ്റ്റമേഴ്സിനോടും കളക്ടർ വോട്ടിന്റെ പ്രാധാന്യം വിശദീകരിച്ചു. ജനാധിപത്യ ഉത്സവത്തിലേക്ക് താൻ ഏവരെയും ക്ഷണിക്കുകയാണെന്നാണ് കളക്ടർ മാധ്യമങ്ങളോടായി പറഞ്ഞത്. അതെ, എല്ലാവരും വോട്ട് ചെയ്യണം. ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്, ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട് വോട്ട് ചെയ്യാൻ. ബിക്കോസ് ഫെസ്റ്റിവൽ, നമ്മൾ വീട്ടിലൊരു ഫെസ്റ്റിവൽ എങ്കിലും ഇൻവൈറ്റ് ചെയ്യുള്ളൂ. അതേപോലെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഈ ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ പങ്കാളികളാവണം. നമ്മളെല്ലാം ചെയ്തു. ഇനി അവസാന ഘട്ടമാണ് നമ്മൾ വിജയിക്കുമോ എന്നാണ് അറിയാൻ പോകുന്നത്. അത് വിജയിക്കണമെങ്കിൽ എല്ലാവരും ജസ്റ്റ് 1 hour വീട്ടിൽ നിന്ന് പുറത്ത് വന്ന് വോട്ട് ചെയ്യണം. ആ അഭ്യർത്ഥനയാണ് എല്ലാവർക്കും കൂടി നമ്മളിവിടെ മുന്നിൽ വെക്കുന്നത്. എല്ലാം സജ്ജമായിട്ടുണ്ട്. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സെൻറ്ററിലെ എല്ലാ ടീംസും ഇറങ്ങി കഴിഞ്ഞു. സോ സെറ്റിലാവും. നാളെ നമുക്ക് 7 മണി തൊട്ട് വോട്ടിംഗ് തുടങ്ങും, 6 മണി വരെ. അതെ, എല്ലാ വോട്ടും വില ഉണ്ട്. ഓക്കെ, സോ എല്ലാം വാല്യുബിളാണ്. ഞാൻ ഒരാൾ വോട്ട് ചെയ്യാതിരുന്നാൽ എന്താ സംഭവിക്കാൻ പോകുന്നു ചിന്തിക്കുന്നവരാണ്. ഓരോരോ വോട്ടും വാല്യുബിളിന് കാണിക്കാൻ വേണ്ടിയാണ് ഇൻഡിവിജ്വലി വന്ന് നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. സോ പ്ലീസ് പാസ് ഓൺ ദിസ് മെസ്സേജ്. എല്ലാവരും വന്ന് വോട്ട് ചെയ്യണം. 4 കുട്ടികളോട് നിങ്ങളുടെ മാതാപിതാക്കൾ തീർച്ചയായും വോട്ട് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചു. പൊതുജനങ്ങളോട് വോട്ടിന്റെ പ്രാധാന്യം വിശദീകരിക്കുന്നതോടൊപ്പം കളക്ടർ അവർക്ക് മിഠായിയും വിതരണം ചെയ്തു. ബസ് ഓണേഴ്സ് അസോസിയേഷന്റെ സഹകരണത്തോടെയായിരുന്നു കളക്ടറുടെ വേറിട്ട പരിപാടി. നാളെ തീർച്ചയായിട്ടും വന്ന് നിങ്ങൾ വോട്ട് ചെയ്യണം. ഓക്കെ, പ്ലീസ് കം വോട്ട് ടുമോറോ. തിരഞ്ഞെടുപ്പ് നിശബ്ദ പ്രചരണ ദിവസം തൃശൂർ മണ്ഡലം NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപി ചങ്ങനാശ്ശേരി പെരുന്നയിലെത്തി NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായരെ സന്ദർശിച്ചു. ഗുരുത്വത്തോടെ അനുഗ്രഹം വാങ്ങാനാണ് താൻ വന്നതെന്ന് സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പറഞ്ഞു. കുടുംബത്തിന്റെ വോട്ടെല്ലാം ഇപ്രാവശ്യം തൃശ്ശൂരിലേക്ക് മാറ്റിയത് എല്ലാം ഒരു തീരുമാനത്തിലാണ്. മാറണ്ടേ? എൻ്റെ ഭാര്യയ്ക്ക് ഭർത്താവിനൊരു വോട്ട് ചെയ്യണ്ടേ? എൻ്റെ മക്കൾക്ക് അവരുടെ അച്ഛനൊരു വോട്ട് ചെയ്യണ്ടേ? അപ്പോൾ എനിക്കിപ്പോൾ അവിടെ ഒരു വീടില്ല, ഞാൻ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ എല്ലാവരും ഉണ്ട്. എൻ്റെ അമ്മായിയമ്മയുണ്ട്. എൻ്റെ അമ്മായിയമ്മയും ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരുമിച്ചാണ് കല്യാണം കഴിച്ചിട്ട് വേണ്ടത്തിൽ നിന്ന് എൻ്റെ വോട്ട് കൊല്ലത്തുനിന്ന് അങ്ങോട്ടായതിനു ശേഷം, അതും വാടക വീട്ടിൽ താമസിക്കുമ്പോഴാണ്. അന്ന് മുതൽ ഞങ്ങൾ ഒരുമിച്ചാണ് രാവിലെ വോട്ട് ചെയ്യാൻ പോകുന്നത്. നിങ്ങളുടെ തന്നെ പഴയ ലൈബ്രറിയിൽ കാണും ഷോർട്സൊക്കെ. ഒരു പ്രാവശ്യം ഞാൻ പിണങ്ങി വോട്ട് ചെയ്യാതെ പോവുകയും ചെയ്തു. എൻ്റെ അമ്മായിയമ്മയ്ക്ക് വോട്ടില്ല എന്ന് പറഞ്ഞു. ഇത്തവണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഉറപ്പിച്ച് സ്ലിപ്പും വാങ്ങിച്ചു. പിന്നെന്താ, സമുദായത്തിന്റെ ഒരു പിന്തുണയല്ല, അനുഗ്രഹം. ഞാൻ പറഞ്ഞില്ലേ, ഈ യാത്ര എൻ്റെ ഗുരുത്വത്തിന്റെ ഭാഗം മാത്രമാണ്, പ്രചരണത്തിന്റെ ഭാഗമല്ല, എൻ്റെ മണ്ഡലമല്ല, എൻ്റെ ഗുരുത്വത്തിന്റെ ഭാഗം. ആ വഴിയെ സഞ്ചരിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഇറ്റ്സ് എ പ്രൈവറ്റ് അഫയർ. മനസ്സറിഞ്ഞ് എല്ലാവരും അനുഗ്രഹിച്ചു. എല്ലാവരും. തന്റെ സന്ദർശനം നിശബ്ദ പ്രചരണത്തിന്റെ ഭാഗമല്ലെന്നും സുകുമാരൻ നായരുടെ അനുഗ്രഹം വാങ്ങുക എന്നതു മാത്രമായിരുന്നു തന്റെ ലക്ഷ്യമെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി. BJP നേതാവ് B. രാധാകൃഷ്ണ മേനോനും സുരേഷ് ഗോപിക്കൊപ്പമുണ്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്ക് പോയ ഉദ്യോഗസ്ഥൻ കാർ ഇടിച്ചു മരിച്ചു. കായംകുളം പുല്ലുകുളങ്ങര സ്വദേശി ബാലുവാണ് മരിച്ചത്. 42 വയസ്സായിരുന്നു. കായംകുളം MSM കോളേജിന് സമീപം ദേശീയപാതയിൽ വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. ലാൻഡ് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥനായിരുന്നു ബാലു. മൃതദേഹം കായംകുളം താലൂക്ക് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റി. കുടിക്കാൻ മാത്രമല്ല, പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ജലം ലഭിക്കാതെ ദുരിതമനുഭവിക്കുകയാണ് ചമ്പക്കുളം പഞ്ചായത്ത് 5-ാം വാർഡിലെ 100ഓളം കുടുംബങ്ങൾ. പാടശേഖരത്തിൽ നിന്നും പുറന്തള്ളുന്ന മലിനജലം നാട്ടുതോട്ടിൽ നിറഞ്ഞതിനാൽ പ്രദേശം പകർച്ചവ്യാധി ഭീഷണിയിലുമാണ്. അധികൃതരുടെ അടിയന്തര ഇടപെടൽ വേണമെന്ന് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു. ചമ്പക്കുളം പഞ്ചായത്ത് 5-ാം വാർഡ് 1-ാം കരയിൽ നിന്നുള്ള കാഴ്ചയാണ്. കാർഷിക ഭൂമിയായ കുട്ടനാട്ടിൽ ഇത്തരം കാഴ്ചകൾ പതിവ് തന്നെയെങ്കിലും ഇതൊരൽപ്പം കടന്ന കൈയായി പോയെന്നാണ് പ്രദേശവാസികളുടെ പരാതി. കൊയ്ത്തു കഴിഞ്ഞാൽ പാടത്ത് വെള്ളം കയറ്റുകയും വറ്റിക്കുകയും വീണ്ടും കൃഷിയിറക്കുകയും ചെയ്യുന്നതാണ് കുട്ടനാടിൻ്റെ രീതി. എന്നാൽ ഈ കടുത്ത വേനലിൽ
പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ജലമില്ലാതെ ജനം വലയുമ്പോൾ ഇങ്ങനെ നിയന്ത്രണമില്ലാതെ തുറന്നുവിടുന്നത് അനീതി തന്നെ. ഇവിടുത്തെ ഇഴാട്ടം പാടശേഖരത്തിലെ വെള്ളം കൊയ്ത്ത് കഴിഞ്ഞ് വെള്ളം കയറ്റി അത് കച്ചി ചീഞ്ഞ് ഇപ്പോൾ താറാവിനെ തിരി ആ ദുഷിച്ച വെള്ളം മഷിപൊട്ടിനേക്കാൾ മോശമായ വെള്ളമാണ് ഇപ്പോൾ അടിച്ച് പുറത്തോട്ട് കളയുന്നത്. അവിടെ പാടശേഖരത്തിൽ അണ്ടാകൃഷി നടത്തുന്നതായിട്ടുള്ള അറിവുമില്ല. എന്നിട്ടും ഞങ്ങളൊക്കെ പരാതി പറഞ്ഞിട്ടും അതൊന്നും ഉപയോഗിക്കാതെ വീണ്ടും ഈ പാടശേഖരത്തെ അധികാരികൾ ആ വെള്ളം അടിച്ച് പുറത്തേക്ക് കളയുകയാണ്. ഞങ്ങൾക്ക് ഒരു കാല് കഴുകാൻ പോലും പറ്റാത്ത രീതിയിൽ കാല് കഴുകിയാൽ ചൊറിച്ചിലുണ്ടാവും. അത്ര ദുരിതമാണ്. ആ ദുരിതത്തിനൊരു പരിഹാരം ഉണ്ടാക്കണം. ഞങ്ങൾ പല പ്രാവശ്യം അധികാരികളെ കണ്ട് സംസാരിച്ചിട്ടും അംഗീകരിക്കുന്നില്ല. ഒന്നാങ്കര ഭാഗത്ത് AC കനാലിൽ നിന്ന് ആരംഭിച്ച് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ചിന് മുൻവശത്തു കൂടി കടന്നുപോകുന്ന നാട്ടുതോടാണ് പൂർണ്ണമായും മലിനമായത്. തോടിന്റെ ഇരുകരകളിലുമായി താമസിക്കുന്ന 100ഓളം കുടുംബങ്ങൾ പ്രാഥമിക ആവശ്യത്തിനായി ഇവിടുത്തെ ജലമാണ് ഉപയോഗിച്ചിരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി എഴുകാട് പാടശേഖരത്തിൽ നിന്നും തുടർച്ചയായി വെള്ളം പമ്പ് ചെയ്തതാണ് തങ്ങളുടെ ദുരിതത്തിന് കാരണമെന്ന് ഇവർ പറയുന്നു. ഇപ്പോൾ ഈ തോട്ടിലെ വെള്ളം ഇതുപോലെ മലിനമായതുകൊണ്ട് ഞങ്ങൾക്ക് കുളിക്കുവാനോ പ്രാഥമിക കർമ്മങ്ങൾ നിർവഹിക്കാൻ പോലും വെള്ളമില്ലാത്ത അവസ്ഥയിലാണ്. അത് നമുക്ക് ഈ പഞ്ചായത്തിൽ നിന്ന് തരുന്ന ഞങ്ങൾ വിലയ്ക്ക് മേടിച്ച് വെക്കുന്ന വെള്ളത്തിൽ നിന്നാണ് ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ നിർവഹിക്കുന്നത്. എഴുകാട് പാടശേഖരത്തിൽ നിന്ന് ഈ തോട്ടിലേക്ക് അടിച്ചിറക്കുന്ന വെള്ളം ഞങ്ങൾ അവിടുത്തെ പാടശേഖര സെക്രട്ടറിയോട് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഇത് ഏറ്റം വരുമ്പോൾ മോട്ടർ നിർത്തിയിട്ടിട്ട് ബാക്കി സമയം നിങ്ങൾ അടിക്കുക. ഈ ഏറ്റം വരുന്ന സമയത്ത് ആറ്റിൽ നിന്ന് നല്ല വെള്ളം കയറി വന്നാൽ ഞങ്ങൾക്ക് ടാങ്കിലൊക്കെ ഈ വെള്ളം അടിച്ച് കയറ്റി ഞങ്ങൾക്ക് ആവശ്യങ്ങൾ നിർവഹിക്കാം. പക്ഷെ അതിന് പോലും ഒരു സാവകാശം തരാത്ത രീതിയിലാണ് കൃഷിയില്ലാത്തൊരു പാടത്തെ വെള്ളം ഈ തോട്ടിലേക്ക് അടിച്ചിറക്കി ഇങ്ങനെ മലിനമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഈ വെള്ളം ഉപയോഗിക്കുന്ന കുട്ടികൾക്കും ഇവിടുത്തെ ഓരോരുത്തർക്കൊക്കെ ഇപ്പോൾ ത്വക്ക് രോഗം പോലുള്ള രോഗങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രദേശത്ത് കുടിവെള്ളക്ഷാമം രൂക്ഷമായതോടെ ചമ്പക്കുളം പഞ്ചായത്തിൽ നിന്നും ആഴ്ചയിൽ ഒരു തവണ ശുദ്ധജല വിതരണം നടത്തുന്നുണ്ട്. പ്രാഥമിക ആവശ്യങ്ങൾക്കായി തോട്ടിലെ ജലം ടാങ്കിൽ ശേഖരിച്ച് തെളിച്ചെടുത്ത് ഉപയോഗിക്കുകയായിരുന്നു പതിവ്. പാടശേഖരത്തിൽ നിന്ന് തോട്ടിലേക്ക് പമ്പിംഗ് ആരംഭിച്ചതോടെ ഈ ജലം ഉപയോഗിച്ചവർക്കെല്ലാം ചൊറിച്ചിലും മറ്റ് അസ്വസ്ഥതകളും അനുഭവപ്പെട്ടു. എഴുകാട് പാടശേഖരത്തിൽ നിന്ന് മാത്രമാണ് ഇപ്പോൾ പമ്പിംഗ് ഉള്ളതെങ്കിലും കൃഷി കഴിഞ്ഞാൽ മൂലപ്പള്ളിക്കാട്, തെക്കേ 900, മണിമലക്കാട് എന്നീ പാടശേഖരങ്ങളിൽ നിന്നുകൂടി തോട്ടിലേക്ക് വെള്ളം തുറന്നുവിടും. മഴയും ഒഴുക്കുമുള്ള സമയങ്ങളിൽ ഇതത്ര ബാധിക്കാറില്ലെങ്കിലും വേനലിൽ ഇത് ദുരിതം തന്നെയാണ്. അതേസമയം 5-ാം വാർഡിൽ എഴുകാട് കുരിക്കോട കോളനിയിലെ താമസക്കാരായ 30-ലേറെ കുടുംബങ്ങൾ ഈ പാടശേഖരത്തിലെ ചാലുകളെയും കുളങ്ങളെയുമാണ് ജലത്തിനായി ആശ്രയിക്കുന്നത്. പാടത്തെ വൈക്കോൽ ചീഞ്ഞ മലിനജലം പുറന്തള്ളിയ ശേഷം വീണ്ടും വെള്ളം കയറ്റണമെന്നാണ് ഇവരുടെ ആവശ്യം. പാടശേഖരത്തിന് നടുവിലായാലും തോടിൻ്റെ കരയിലായാലും ആറ്റുതീരത്തായാലും കുട്ടനാട്ടുകാരുടെ ജീവിതം ഇങ്ങനെയൊക്കെയാണ്. നെല്ലിനൊപ്പം രോഗങ്ങളും വിളയുന്ന നാട്ടിൽ ഏറെ പേർക്കും ജീവിതം ദുരിതപൂർണം. പുളിങ്കുന്ന് പഞ്ചായത്തിലെ പുത്തൻതോട് പാലം നിർമ്മാണത്തിന്റെ ഭാഗമായി പണിത താൽക്കാലിക ബണ്ട് മൈനർ ഇറിഗേഷൻ വകുപ്പിന്റെ നേതൃത്വത്തിൽ പൊളിച്ചുമാറ്റി തുടങ്ങി. നീരൊഴുക്ക് നിലച്ച് തോട്ടിലെ ജലം മലിനമായതോടെ പ്രദേശവാസികൾ പ്രക്ഷോഭം ആരംഭിച്ച സാഹചര്യത്തിലാണ് നടപടി. വിഷയം പൊതുജന ശ്രദ്ധയിലേക്കും അധികാര കേന്ദ്രങ്ങളിലേക്കും എത്തിച്ച KCV ന്യൂസ് അടക്കമുള്ള മാധ്യമങ്ങളെ അഭിനന്ദിച്ച് വാർഡ് മെമ്പറും പ്രദേശവാസികളും. പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് സമീപത്തായി 6-7 വാർഡുകളെ ബന്ധിപ്പിക്കുന്ന പുത്തൻതോട് പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിവെച്ചിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. പാലം പണിയുടെ സൗകര്യാർത്ഥം 2022 മാർച്ചിൽ തോടിനു കുറുകെ മുട്ടിടുകയും താൽക്കാലികമായി നടപ്പാലം നിർമ്മിക്കുകയും ചെയ്തു. 3 കോടി രൂപയ്ക്ക് മേൽ ടെൻഡർ ചെയ്ത നിർമ്മാണ പ്രവർത്തനങ്ങൾ പക്ഷേ പാതി വഴിയിൽ ഉപേക്ഷിച്ചതോടെ പ്രദേശവാസികൾ ദുരിതത്തിലായി. തോടിൻ്റെ ഇരുകരകളിലുമായി ഈ കാണുന്ന നിർമ്മിതിയൊഴികെ പറയത്തക്ക യാതൊരു പുരോഗതിയും ഉണ്ടായില്ല. 2022 ഒക്ടോബറിൽ പൂർത്തിയാക്കേണ്ടിയിരുന്ന നിർമ്മാണ ജോലികൾ എങ്ങുമെത്താതെ വരികയും തോട്ടിലെ ജലം മലിനമാവുകയും ചെയ്തതോടെ പ്രദേശവാസികൾ പ്രതിഷേധം ആരംഭിച്ചു. ഏപ്രിൽ 5-ന് KCV ന്യൂസ് സംപ്രേഷണം ചെയ്ത വാർത്തയെ തുടർന്ന് പുളിങ്കുന്ന് ഗ്രാമപഞ്ചായത്ത് ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തു. ഈ മാസം 19-ന് പ്രദേശവാസികൾ മൈനർ ഇറിഗേഷൻ ഓഫീസിന് മുന്നിൽ ശക്തമായ സമരപരിപാടികൾ കൂടി സംഘടിപ്പിച്ചതോടെയാണ് തോട്ടിലെ മുട്ടുപൊളിക്കാൻ തീരുമാനമായത്. മൈനർ ഇറിഗേഷൻ വകുപ്പ് ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ വ്യാഴാഴ്ച രാവിലെ തന്നെ ഇതിനുള്ള നടപടികൾ ആരംഭിച്ചു. വിവിധ ഭാഗങ്ങളിലേക്ക് ബോട്ട് സർവീസ് ഉണ്ടായിരുന്ന 100 കണക്കിന് ആൾക്കാർ യാത്ര ചെയ്തുകൊണ്ടിരുന്ന ഒരു തോടായിരുന്നു. അതുപോലെ വെള്ളിനാട് ഭാഗത്തുനിന്ന് എഞ്ചിനീയറിംഗ് കോളേജ്, പുളിങ്കുന്ന് ആശുപത്രി, അതുപോലെ വില്ലുപള്ളി, മുസ്ലിം ദേവാലയങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുള്ള അക്കരെ സൈഡിലേക്ക് വളരെ
അത്യാവശ്യമായിട്ട് പോകണം. അതുപോലെ തന്നെ ഈ വെള്ളിസാക്ക പാടത്ത് നെല്ല് എടുത്തുകൊണ്ട് വണ്ടിയെ കൊണ്ടുപോകാനുള്ള സംവിധാനം ഇരട്ടി കൂലി കൊടുത്താണ് വള്ളത്തെ ഈ നെല്ല് കയറ്റി അത് വണ്ടിയെ കയറ്റിയൊക്കെ പോകുന്ന ഒത്തിരി ബുദ്ധിമുട്ടാണ്. അതനുസരിച്ച് വണ്ടി കയറത്തക്ക രീതിയിലുള്ള പാലം വരിക എന്നുള്ള നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായിരുന്നു. പാലത്തിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം കഴിഞ്ഞ 2.5 വർഷക്കാലമായി ഈ 6-7 വാർഡുകളിൽ 2 കരകളിലും താമസിക്കുന്ന ഏതാണ്ട് 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള ഈ പുളിങ്കുന്നിൽ നിന്ന് കാവാലത്തേക്കുള്ള ഈ പുത്തൻതോട് 2 കരയിലുള്ള ഏതാണ്ട് 800ഓളം കുടുംബങ്ങൾ വളരെ ദുരിതത്തിലാണ്. അഴുക്ക് വെള്ളമാണ്. വെള്ളം കെട്ടി നിന്ന് പോളയും ചീഞ്ഞ് പാടത്തെ കളനാശിനിയും കീടനാശിനിയൊക്കെ അടിക്കുന്ന വെള്ളമാണ് ഇവിടെയുള്ള ആൾക്കാരെല്ലാം കുളിക്കുകയും കുടിക്കുകയൊക്കെ ചെയ്യുന്നത്. ഈ ദുരവസ്ഥയ്ക്ക് ഒരു പരിഹാരം കാണുന്നതിന് വേണ്ടി ജനപ്രതിനിധികളും നാട്ടുകാരും ശക്തമായ സമരത്തിലാണ്. അതിന്റെ ഭാഗമായിട്ട് ഈ 6-ാം വാർഡ് മെമ്പറുടെ നേതൃത്വത്തിൽ ഇവിടുത്തെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഒരു ജനകീയ സമരം ഇവിടെ നടത്തുകയും അതുപോലെ തന്നെ KCB, മലയാള മനോരമ അടക്കമുള്ള ദൃശ്യ മാധ്യമങ്ങൾ വളരെയധികം പിന്തുണ ഇതിന് ഈ നാട്ടുകാരോടൊപ്പം സഹകരിച്ച് പ്രവർത്തിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വാർഡ് മെമ്പർ പുഷ്പ ബിജു KCB ന്യൂസിനോട് പറഞ്ഞു. മുട്ടുപൊളിക്കണമെന്നത് പ്രദേശവാസികളുടെ ആവശ്യമായിരുന്നു. പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും ജലമില്ലാതെ ജനം അത്രയേറെ വിഷമിച്ചിരുന്നുവെന്നും പുഷ്പ ബിജു ചൂണ്ടിക്കാട്ടി. ഇപ്പം വർഷം ഇപ്പം 2.5 കഴിഞ്ഞു. ഈ 2.5 വർഷത്തിനുള്ളിൽ ഇവിടുത്തെ ജനങ്ങൾ ഒരുപാട് തരത്തിൽ ബുദ്ധിമുട്ട്. കാരണം ഒന്ന് പാലം പണിയുന്നില്ല, അത് അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ. അതുകൂടാതെ ഈ വെള്ളം കെട്ടിക്കിടന്ന് ഇപ്പം നമുക്ക് നോക്കിയാൽ അറിയാം, വെള്ളം കരിയോയിൽ പോലായി. അതുപോലെ പുഴുവരിച്ച് അതിനേക്കാൾ ഉപരി ഒരു 2-3 ആൾ പൊക്കത്തിൽ പോള വളർന്നു കിടക്കുകയാണ്. അതും കഴിഞ്ഞ് ഇപ്പോൾ ഈ സമീപത്തെ വെള്ളിസ്രാക്കല്, അതുപോലെ നൂറ്റുനാടി, ചിറക്കാൻപാടം എന്നീ പാടശേഖരത്തിലെ കൊയ്ത്തും കഴിഞ്ഞ് അവർ തീയിട്ട് കച്ചി ചീഞ്ഞ് ആ വെള്ളം കൂടെ ഈ തോടിന്റെ നടുക്കൂടുള്ള ഈ റോഡിലൂടെ തൂമ്പിട്ടിട്ടുണ്ട്. ഒരു 5-6 തൂമ്പ് ഇട്ടിട്ടുണ്ട്. ഈ തൂമ്പിനകത്തൂടെ വെള്ളം ഒഴുകി ഈ നാട്ടുകൂട്ടിലേക്കാണ് ഒഴുകുന്നത്. അത് നമ്മുടെ ഇവിടെ അതിന്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടും പ്രയാസവും മനസ്സിലാക്കി നമുക്ക് വാർഡിൽ പോലും ഇറങ്ങാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായി. വീട്ടിൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥ വന്നു. അങ്ങനെ മാനസികമായിട്ട് വളരെയധികം നമ്മൾ ജനങ്ങളുടെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് നമ്മൾ കഴിഞ്ഞ 19-ാം തീയതി നമ്മൾ ഒരു ജനകീയമായ ഒരു ധർണ നടത്തിയത്. ആ ധർണയുടെ അടിസ്ഥാനത്തിൽ, അതായത് ഇതിനു മുന്നേ നമുക്കറിയാം KCB-യുടെ സഹായം ഒരുപാട് പ്രാവശ്യം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. കാരണം അവരിവിടെ വന്ന് ഇതിന്റെ ഈ അവസ്ഥ കണ്ട് പല പ്രാവശ്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു കാലത്ത് ജലഗതാഗത വകുപ്പിന്റെ ബോട്ടുകളും നെല്ല് കയറ്റിയ വള്ളങ്ങളും കടന്നുപോയ നാട്ടുതോടുകൾക്ക് മരണമണി മുഴങ്ങിയ കാഴ്ചയാണ് കുട്ടനാട്ടിൽ കാണാനാവുന്നത്. പുളിങ്കുന്ന് പുത്തൻ തോടിനും പ്രതാപകാലമുണ്ടായിരുന്നു. പുതിയ പാലം ഉയരുന്നതിനൊപ്പം അല്പം മനസ്സുകൂടി വെച്ചാൽ പുത്തൻ തോട് യഥാർത്ഥ പുത്തൻ തോടാക്കി മാറ്റാം. ചെറുതന, എടത്വ പഞ്ചായത്തുകളിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലയിൽ സന്ദർശനം നടത്തിവരുന്ന കേന്ദ്ര സംഘം ഉൾപ്പെടെയുള്ളവരുടെ ഇന്റർ സെക്ടറൽ യോഗം ചേർന്നു. ജില്ലാ കളക്ടർ അലക്സ് വർഗീസിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം. പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജില്ലയിൽ താറാവ് കർഷകർക്കിടയിൽ ബോധവൽക്കരണം ഊർജിതമാക്കണമെന്ന് യോഗം ചൂണ്ടിക്കാട്ടി. പക്ഷിപ്പനി പ്രതിരോധ പ്രവർത്തനം വിലയിരുത്താൻ ജില്ലയിലെത്തിയ കേന്ദ്ര സംഘം ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിലുള്ള നിരീക്ഷണ സംഘത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തി. ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർ കൃത്യമായ ഇടവേളകളിൽ താറാവ് വളർത്തു കേന്ദ്രങ്ങളിലെത്തി പരിശോധന നടത്തുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളും ഏകോപനത്തോടെ പ്രവർത്തിക്കാൻ യോഗത്തിൽ നിർദ്ദേശമുയർന്നു. പബ്ലിക് ഹെൽത്ത് NCDC അസിസ്റ്റന്റ് ഡയറക്ടർ ഡോക്ടർ B. അനന്തേഷ്, NCDC RSV ലാബ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ നിധി സൈനി, ഡിപ്പാർട്ട്മെന്റ് ഓഫ് റെസ്പിറേറ്ററി മെഡിസിൻ GDMO ഡോക്ടർ മീര K. കുറുപ്പ് എന്നിവർ അടങ്ങിയതാണ് കേന്ദ്ര സംഘം. ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ യമുന വർഗീസ്, ജില്ലാ ആനിമൽ ഹസ്ബൻഡറി ഓഫീസർ ഇൻചാർജ് ഡോക്ടർ സജീവ് കുമാർ, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ P. രാജീവ്, ജില്ലാ എപ്പിഡോമോളജിസ്റ്റ് ഡോക്ടർ വൈശാഖ് മോഹൻ, ജില്ലാ പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ കോശി C. പണിക്കർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ആലപ്പുഴ വനിതാ ശിശു ആശുപത്രിയുടെ നേതൃത്വത്തിൽ ലോക മലമ്പനി ദിനാചരണം സംഘടിപ്പിച്ചു. കൂടുതൽ നീതിയുക്തമായ ലോകത്തിനായി മലമ്പനിക്കെതിരെ പോരാട്ടം ത്വരിതപ്പെടുത്താം എന്ന സന്ദേശം പകർന്നു നൽകിയായിരുന്നു ദിനാചരണം. ആശുപത്രിയിലെ മുഴുവൻ ഡിപ്പാർട്ട്മെന്റുകളെയും ഉൾപ്പെടുത്തി മലമ്പനിക്കെതിരെയുള്ള ബോധവൽക്കരണ പോസ്റ്റർ മത്സരം സംഘടിപ്പിച്ചു. ആശുപത്രി അങ്കണത്തിൽ നടന്ന ബോധവൽക്കരണ പരിപാടി ജില്ലാ മെഡിക്കൽ ഓഫീസിലെ ടെക്നിക്കൽ അസിസ്റ്റന്റ് TP ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ നഗരസഭയടക്കമുള്ള സ്ഥലങ്ങളിൽ നിർമ്മാർജ്ജനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴും ആലപ്പുഴ ജില്ലയും ഈ പറഞ്ഞ മലമ്പനി വിമുക്തമായി പ്രഖ്യാപിക്കപ്പെട്ടപ്പോഴും
ചടങ്ങിൽ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി അധ്യക്ഷത വഹിച്ചു. ജില്ലാ മാസ് മീഡിയ ഓഫീസർ രജനി വിഷയാവതരണം നടത്തി. ഡെപ്യൂട്ടി മാസ് മീഡിയ ഓഫീസർ ചിത്ര വിജയികൾക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. നഴ്സിംഗ് സൂപ്രണ്ട് ബീന, ആശുപത്രി ഹെൽത്ത് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ, PRO രമ്യ എന്നിവർ സംസാരിച്ചു. പത്തനംതിട്ട SME കോളേജിലെ നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ ആശുപത്രി അങ്കണത്തിൽ നടത്തിയ ബോധവൽക്കരണ പരിപാടിയും ശ്രദ്ധേയമായി. മലമ്പനി ദിനാചരണവുമായി ബന്ധപ്പെട്ട് ഇതര സംസ്ഥാന തൊഴിലാളികൾക്കായുള്ള പ്രത്യേക മലമ്പനി രോഗനിർണയ പരിപാടിയും ഇതോടൊപ്പം സംഘടിപ്പിക്കപ്പെട്ടു. തിരഞ്ഞെടുപ്പ് ദിവസമായ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 1:30 വൈകുന്നേരം 4:30 പ്രത്യേക തിരഞ്ഞെടുപ്പ് വാർത്താ ബുള്ളറ്റിൻ സംപ്രേഷണം ചെയ്യുന്നതാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 6620 രൂപ, പവന് 52,960 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.